ഹണി റോസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സിനിമയിലെ അറിയപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടി. ഹണി റോസിൻ്റെ പേര് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ പേര് പറയണം എന്ന് ആ നടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നടി ആവശ്യപ്പെടുന്നത് ഞാൻ അപമാനിക്കപ്പെട്ടപ്പോൾ എൻ്റെ പേര് നിരന്തരമായി ഉപയോഗിച്ചാണ് എന്നെ അപമാനിച്ചത്. ഇപ്പോൾ ഞാൻ അതിൽ പ്രതിഷേധിച്ച് അതിൽ പ്രതിരോധിക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ പേര് മറച്ചു വെക്കേണ്ട കാര്യമല്ല, ന്യായമായ കാര്യമാണ്. അപ്പോൾ ഹണി റോസ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സമൂഹത്തിലെ പണക്കാരായ സമ്പന്നരായ ആളുകൾ മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഞരമ്പ് രോഗികൾ വരെ സ്ത്രീകളെ കണ്ടാൽ അവരൊരു ഉപഭോഗ വസ്തുവായി കണ്ട് ഇവരെ അശ്ലീലമായി അപഹസിക്കുക, അതിലൊരു ആത്മരതി അടയുക തുടങ്ങിയ എന്ന ശീലമുള്ള ഒരുപാട് മനോരോഗികൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് സാർ ഓർക്കുന്നില്ലേ, രണ്ട് പേർ വിവാഹം കഴിച്ചു, ഒരു സീരിയൽ നടനും ഒരു നടിയും. അപ്പോൾ അയാൾ ഇത്തിരി നരച്ച ഒരാളാണ്. മറ്റേ സ്ത്രീ കണ്ടപ്പോൾ താരതമ്യേന അയാളെക്കാളും പ്രായം കുറഞ്ഞു കാണുന്നത്. എന്തൊക്കെയായിരുന്നു കമൻറ്റുകൾ. രണ്ടുപേർ ഇഷ്ടപ്പെട്ട് അവർ വിവാഹം കഴിക്കുന്നു, അവരുടെ സ്വകാര്യ വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തുമാത്രം അശ്ലീലമായ കിടപ്പറയിലെ കാര്യങ്ങൾ വരെ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ സാംസ്കാരിക സമ്പന്നരായ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന കേരളത്തിലെ മനോരോഗികൾ അർമാദിച്ചത്. പിന്നെ പണമുള്ളവന് എന്തും ചെയ്യാം എന്നൊരു ധാർഷ്ട്യം. നമ്മുടെ ഹണി റോസിൻ്റെ വിഷയത്തിലെ വിവാദ നായകൻ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അദ്ദേഹം എക്കാലത്തും നമ്മുടെ നെറ്റി ചുളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ, നമുക്ക് പേര് പറയാതിരിക്കാൻ കഴിയുന്നില്ല, എല്ലാ മാധ്യമങ്ങളിലും വരുന്നു. അദ്ദേഹം ഒരു വ്യവസായിയാണ്, സ്വയം ഒരു ബ്രാൻഡായി മാറിയ ആളാണ്, വിവാദങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ ദ്വയാർത്ഥത്തിലാണ്. ഇപ്പോൾ ഹണി റോസിനെ കുന്തി എന്ന് വിളിച്ചു. കുന്തി എന്ന് വിളിച്ചത്, ഞാൻ കുന്തി എന്ന് വിളിച്ചത് വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചത് എൻ്റെ കുഴപ്പമാണോ? വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി തന്നെയാണ് പദപ്രയോഗം നടത്തിയത്. അങ്ങനെ ഒരു സ്ത്രീയെ ക്ഷണിച്ചു വരുത്തി പ്രതിഫലം കൊടുത്ത് തൻ്റെ പരിപാടിക്ക് വിളിച്ചതായിരിക്കാം. പിന്നെ വളരെ ഒരു ചാനലിൽ അദ്ദേഹം പറയുന്നു കേട്ടു, ഞാൻ നടിയെന്നല്ലേ വിളിച്ചുള്ളൂ, വേറൊരു വാക്ക് വിളിച്ചില്ലല്ലോ. ഇതൊക്കെ ഒരു സംസ്കാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു സ്വയം വിമർശനമുണ്ട്. നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തി സംസാരിച്ചവരല്ലേ? നമ്മൾ സംസാരിച്ചതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്ന ഒരു വിവാദ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തായ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായി. ബോബിക്ക് വേണ്ടി ചില കേന്ദ്രങ്ങൾ സംസാരിക്കുന്നു. ബോബിക്ക് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ ഒരു അവസരം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അങ്ങനെ അവസരം ചോദിക്കുന്ന ആർക്കും ഇനിയും ABC ഫ്ലോറിലേക്ക് സ്വാഗതം. കാരണം ഒരു വിവാദമുണ്ടായി, തൻ്റെ ഭാഗം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽക്കം ചെയ്യും. അതല്ലാതെ ബോബിക്ക് അനുകൂലമായി നമ്മളൊരു ക്യാമ്പയിൻ നടത്തില്ല. ബോബി വന്നിട്ട് യഥാർത്ഥത്തിൽ ബോബി പറഞ്ഞത്, ഞാൻ ഷാജൻ സ്കറിയയുടെ വെല്ലുവിളി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ആ വെല്ലുവിളിയിൽ നിന്ന് ബോബി പിന്മാറിയെങ്കിൽ അതിൻ്റെ ക്ഷീണം ബോബിക്ക് തന്നെയാണ്, ABC മലയാളത്തിനല്ല. ശരിക്കും ചില ആളുകൾ പറഞ്ഞു, വിവരമുള്ള ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ബോബിയെ സഹായിച്ചതല്ല അല്ലേ, ബോബിയെ ട്രാപ്പിലാക്കിയതാണല്ലേ, തൻ്റെ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പുള്ളിയെ യു-ടേൺ അടിക്കുന്ന സ്ഥിതി വന്നപ്പോൾ അപഹാസ്യനായത് ബോബിയാണ് എന്ന് വിലയിരുത്തിയവരുമുണ്ട്. ഏതായാലും നമ്മൾ ബോബിയുടെ വക്കാലത്തൊന്നും നമുക്ക് ഇല്ല, ആരുടെയും വക്കാലത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഷാജൻ സ്കറിയായിട്ട് ഞാൻ അതിന് ശേഷം, ഷാജൻ എൻ്റെ സുഹൃത്താണ്, നമ്മൾ ഒരേ ജോലി ചെയ്യുന്നവരാണ്. ഷാജനും ഞാനും തമ്മിൽ ബോബിയുടെ ഇൻ്റർവ്യൂവിന് ശേഷം സംസാരിച്ചു. അപ്പോൾ ഷാജൻ എന്നോട് പറഞ്ഞു, നമ്മൾ ഒരേ ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ ഒരു വെർഷൻ ഇല്ലാതെ നിങ്ങളിത് ചെയ്ത് ശരിയായില്ല എന്ന് ഷാജൻ പറഞ്ഞു. ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഷാജൻ സ്കറിയ, ബോബി നമ്മളോട് ആവശ്യപ്പെട്ടു, നമ്മുടെ ഫ്ലോർ കൊടുത്തു. ഷാജന് പറയാനുള്ളത് പറയാൻ ABCയുടെ ഫ്ലോർ ഓപ്പണാണ്, അങ്ങേക്ക് ഏത് നിമിഷവും വരാം. അദ്ദേഹം അത് എൻ്റെ ഓഫർ സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞില്ല. മുമ്പൊരിക്കൽ എന്നെ ബിഹൈൻഡ് വുഡ്സ് എന്നുള്ള ചാനൽ ഇതുപോലെ വിളിച്ചിരുന്നു. ഞാൻ അന്നും അവിടെ സംസാരിക്കാൻ പോയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ടല്ലോ, നമ്മുടെ സഹജീവിയാണ് മറുനാടൻ മലയാളി. അവരുടെ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും നമ്മുടെ സഹജീവിയായിട്ട് തന്നെയാണ് ഷാജൻ സ്കറിയെ കാണുന്നത്. അപ്പോൾ നമ്മുടെ താഴെ വന്നിട്ട് അന്ന് ബോബിയെ വെള്ളപൂശിയില്ലേ എന്ന് ചോദിച്ച് കമൻറ്റുകൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ മുൻകൂറായി പറഞ്ഞതാണ്, വെള്ളപൂശലല്ല. അദ്ദേഹം മാത്രമല്ല, മറുനാടൻ മലയാളിക്ക് മറുപടി കൊടുക്കാൻ ബോബി ഓപ്റ്റ് ചെയ്യുന്ന ചാനൽ ABC മലയാളമാണ്. അപ്പോൾ മറുനാടന് മറുപടി കൊടുക്കണമെങ്കിൽ ABC വേണം എന്നുള്ള ഒരു വിലയിരുത്തൽ ഒരാൾ നടത്തിയാൽ അത് പ്രൊഫഷണലായിട്ട് നമുക്കുള്ള അംഗീകാരം കൂടിയാണ്.
അതും ഒരു ബിസിനസ്സുകാരിയാണ്, അതുകൂടെ അതിനകത്തുണ്ടായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും ശരിയല്ല. ഞാൻ പ്രതീക്ഷിച്ചു ബോബി ചെമ്മണ്ണൂർ നിർവ്യാജം ഹണി റോസ് എന്ന് പറയുന്ന ഈ നടിയോട് മാപ്പ് പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചത് അവർക്ക് വിഷമമുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ്. അതൊരു അപ്പോളജി അല്ല. അത് ഏതായാലും അദ്ദേഹം അറസ്റ്റിലായി. പൊതുരംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ സ്വയം ബ്രാൻഡായി മാറാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓർക്കുന്നില്ലേ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞ് അറ്റ്ലസ് രാമചന്ദ്രൻ, അദ്ദേഹം ഒരു ബ്രാൻഡായിരുന്നു. അപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ സാർ, എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ച് അഭിപ്രായം പറയാൻ ഇന്ന് ഏറ്റവും ആപ്റ്റായ ആൾ, മലയാളത്തിലെ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റുകളായ ഏറ്റവും മുതിർന്ന പത്രാധിപർമാരിൽ ഒരാളായ രാമചന്ദ്രൻ സാറായിരിക്കും. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ലേറ്റ് എൻട്രിയാണ്. ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയുള്ളൂ. കാരണം നമുക്ക് പറ്റിയ ഇടപാടായിരിക്കും. അങ്ങനെ പറയില്ല. സാറിൻ്റെ ഫേസ്ബുക്ക് ഓരോ കുറിപ്പുകളും അറിവിൻ്റെ അക്ഷയ ഖനികളാണ്. ആയിക്കോട്ടെ, പിന്നെ ഞാൻ നമ്മൾ പരിചയപ്പെടുന്നു അങ്ങനെ തന്നെയാണ് അല്ലേ? സാറിൻ്റെ കുറിപ്പുകൾ വായിച്ച്, പിന്നെ മറ്റേ പുസ്തകം വായിച്ച്, ചുറ്റികയും നക്ഷത്രവും കൂടെ വായിച്ച്, അല്ലേ? അങ്ങനെയല്ലേ പേര്? അതും നക്ഷത്രവും ചുറ്റികയും വായിച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ ഫാനാവുന്നത്, സാറിനെ വിളിക്കുന്നത്. ഞാൻ പിന്നെ ഈ അഭിനന്ദനങ്ങളും ഒന്നും കാര്യമാക്കാറില്ല. ഞാൻ പ്രസംഗിക്കാൻ പോവാത്ത തന്നെ ഈ സ്വാഗത പ്രസംഗം കേൾക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ്. അപ്പോൾ ഈ ലേറ്റായിട്ട് ഇതിൽ എൻ്റർ ചെയ്തപ്പോഴാണ് എത്രമാത്രം മനോരോഗികളാണ് ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഞാൻ ചിലപ്പോൾ സുനിലിൻ്റെ അടുത്ത് വന്നിട്ടേ, സുനിലേത് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുത്തൻ തെറി എഴുതിയിരിക്കുന്നു, എന്നെ തെറി പറഞ്ഞിരിക്കുന്നു, ഇതൊന്ന് ഡിലീറ്റ് ചെയ്തുക ഞാൻ പറയില്ലേ. എനിക്ക് ഈ ടെക്നിക്കൽ നോഹോ ഒന്നും. പക്ഷെ ഞാൻ എന്നെ പറയുന്ന ഒരു തെറി ഡിലീറ്റ് ചെയ്യാറില്ല, അവിടെ കിടക്കട്ടെ. കാരണം ഇവനെ മറ്റുള്ളവർ മനസ്സിലാക്കുമല്ലോ. അതെ, ഞാൻ അതിൽ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ പൂമുഖത്ത് വന്നിട്ട് ഇപ്പം എടുത്തിട്ടും തൂറിയിട്ടും പോകുന്ന ഒരു ചെറ്റയാണല്ലോ ഇവൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് പോലെ അങ്ങനെയാണ് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു ആവശ്യമില്ലാതെ നമ്മളൊരാളെപ്പറ്റി ഒന്നും പറയാതെ നമ്മളെപ്പറ്റി ആളുകൾ പോസ്റ്റ് ഇടുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സംഭവമാണിത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവർ ഹണി റോസ് ചെയ്തത് വലിയൊരു ധീരതയാണ് അവർ കാണിച്ചിരിക്കുന്നത്. എനിക്ക് അവരോട് കൂടുതൽ പ്രൗഡായിട്ട് തോന്നിയത് എൻ്റെ പേര് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞ ഒരു ആർജവം. അവർക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ കോൺഫിഡൻസ് വന്നിരിക്കുന്നതെന്ന് ഇന്ന് അവരെല്ലായിടത്തും സംസാരിച്ചു. ആദ്യം അവർ പേര് പറഞ്ഞില്ല. അതെ. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ആദ്യം ഒരു ഉദ്ഘാടന സ്ഥലത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പോയി. അവിടെ വെച്ച് ഇവരുടെ സമ്മതം ഇല്ലാതെ ഇവരുടെ കയ്യിൽ കയറി അയാൾ പിടിച്ചിരുന്നു. വേറൊരു ഉദ്ഘാടനത്തിന് പോയ സ്ഥലത്ത് ഇവർ പ്രതീക്ഷിക്കാതെ ഇയാൾ അവിടെ പോയിരുന്നു. അതിലെനിക്ക് അത്ര വിശ്വസനീയമല്ല. ഇവരുടെ വേർഷനാണ് ഞാൻ. അല്ല, ഇവരുടെ വേർഷൻ ശരിയാണ്. ഹണി റോസ് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല, എൻ്റെ സംഘാടകർ വിളിച്ചിട്ടുണ്ടാവാം. ക്ഷണിക്കാതെ ഒരാൾക്ക് കയറി വരാൻ പറ്റില്ല. സംഘാടകർ വിളിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇവർ പോകുന്നതിന് മുമ്പ് ഇവർ അറിഞ്ഞിരുന്നു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. തൊട്ട് മുമ്പ് ഇങ്ങനെ. പക്ഷെ അത് പ്രതീക്ഷിച്ചല്ല. പക്ഷേ അത് കഴിഞ്ഞ് ഇയാളുടെ തന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ പോയില്ല. കാര്യം പറഞ്ഞു ഇവര്, നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങനെ അപമാനത്തിന് നിന്ന് തരാനായിട്ട് ഞാൻ ഇനിയും വരുന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു നിലപാടുണ്ട് ഹണി റോസിന്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അവർക്ക് ആ കാര്യത്തിലൊരു നിലപാടുണ്ട്. അത് അയാളോട് പറയുകയും ചെയ്തിരുന്നു. നിങ്ങളിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എന്നെ അപമാനിച്ച് നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ശേഷവും ഇയാൾ ഈ പണത്തിൻ്റെ ഹുങ്ക്, അത് ഹണി റോസ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, താൻ കാശിൻ്റെ ഹുങ്ക് കാണിക്കുകയാണ്. പക്ഷെ ഇവിടെ എല്ലാ സ്ത്രീകൾക്കും മര്യാദയ്ക്ക് ജീവിച്ചു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ചില ഈ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് മുഴുവൻ ലംഘിച്ചിട്ടുള്ള കുതിര കയറ്റമാണ് ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പല പുരുഷന്മാരും ഇത് ഷെയർ ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നല്ലോ, ഇയാളുടെ ദ്വയാർത്ഥ പ്രയോഗ വീഡിയോകൾ. പിന്നെ ഇയാളുടെ ദ്വയാർത്ഥ പ്രയോഗം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കൂടും എന്ന് വിചാരിക്കുന്ന കുറേ ചാനലുകളുണ്ട്. അതെ അതെ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് സാർ, ഈ ബോബി ചെമ്മണ്ണൂരിന് വേറൊരു മുഖം കൂടിയുണ്ട്. അദ്ദേഹം ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള വ്യവസായിയാണ്.
അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളൊക്കെ 120 കൊല്ലമായിട്ടൊക്കെ ഉള്ളതാണ്. വിജയകരമായ ഒരു സംരംഭമുണ്ട്. പിന്നെ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു മുഖമുള്ള മനുഷ്യൻ എന്തിനാണ് ഈ വികൃത മുഖം കൂടി എടുത്ത് ധരിക്കുന്നത്? എനിക്ക് പക്ഷേ ഈ ചാരിറ്റിയെ പറ്റിയൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ. കാരണം എനിക്കും അറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് ആളുകളെ സഹായിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയാണോ? ഞാൻ അതിലേക്ക് എനിക്കും അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ബ്രാൻഡിങ്ങിന് വേണ്ടി ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന പല ആളുകളും ഒരുപാട് പേരുണ്ട്. എല്ലാ വ്യവസായികളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും കൊല്ലം CSR ഫണ്ട് ചെയ്യുന്നത് പോലെ ഇവർ തുക വിനിയോഗിക്കും. അതെ, കുറെ തുക വിനിയോഗിക്കണം എന്നുണ്ട്. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നിയമവും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇയാൾ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഇന്ന് ആരോ ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ ഇയാൾ ജീവിതത്തിൽ മൊത്തം ജയിൽ വേഷത്തിൽ തന്നെയാണ് നടന്നത്. അപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയ ഒരു നമ്പർ മാത്രം കൊടുത്താൽ മതി, കൃത്യമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ബനിയനിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാൾ. അല്ല, അതൊക്കെ ഒരാളുടെ സ്വകാര്യ വിഷയം, ഇഷ്ടമുള്ള വസ്തുത ധരിക്കട്ടെ. അതെ, അയാൾ ധരിക്കാതിരിക്കുന്നത് ശരിയല്ല, എന്തെങ്കിലും ധരിക്കുന്നത് നല്ലതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടുത്തെ ഈ ബഹുഭൂരിപക്ഷം പുരുഷന്മാരും സ്ത്രീകളോട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ അങ്ങ് മാറ്റി നിർത്തുക. ഞാൻ എടുക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഒരു വ്യവസായി എന്നല്ല, ഒരു പുരുഷൻ. കേരളത്തിലെ സാറ് പറഞ്ഞ പോലെ മനോരോഗമുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒരു ജാതി ചൊറിച്ചിലുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിലൊരാൾ, അല്ലേ? അതെ, അങ്ങനെ കണ്ടാൽ മതി. അതെ, അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുക, വേറൊരു പാർട്ടിയിലെ ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ, അവരെന്തെങ്കിലും മണ്ടത്തരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ഇത് പറഞ്ഞിട്ട് പിന്നെ ഇവരുടെ വേറെ കുറേ കാര്യങ്ങൾ ഇവരുമായി അടുപ്പമുള്ള പുരുഷന്മാരുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇപ്പോൾ CPM-ലെ തന്നെ കുറേ പേരുകൾ നമ്മുടെ ഓർമ്മയിൽ വരും. പൂക്കാസായുമായി ബന്ധപ്പെട്ട ഒരു നടി, എൻ്റെ നാട്ടിലാണ് അവർ താമസിക്കുന്നത്, ആ നാട്ടുകാരി ഒന്നും എനിക്കറിയില്ല. ഇവരെ പറ്റിയും ഇങ്ങനെ പുലഭ്യം പറഞ്ഞ് ധാരാളം പോസ്റ്റുകൾ ആ കാലത്ത് വന്നുകൊണ്ടിരുന്നു. ഇവർ ചില ആളുകൾ, നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് ഒരാൾ വിമർശിക്കുന്നതെങ്കിൽ പൊളിറ്റിക്സ് പറഞ്ഞാൽ മതി, അതാണ്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കണം. അല്ലാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ഇല്ലാ കഥകൾ പറയുക, അപവാദ കഥകൾ പ്രചരിപ്പിക്കുക, അവരുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്ത് പറയുക, ഇതൊക്കെ അനാശാസ്യമായ പ്രവണത. പക്ഷേ എല്ലാവരും ചെയ്യും, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ മേൽപ്പറഞ്ഞ പുകാസക്കാർ മോശമൊന്നുമല്ല. ഇവരുടെ ഒട്ടും മോശമല്ല, രണ്ടു കൂട്ടരും ഒട്ടും മോശമല്ല. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ മാനനഷ്ട കേസ് നോക്കണം എന്ന് നമ്മളെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട്. നമ്മൾ ആളുകളുടെ പേരൊക്കെ കഴിയുന്നത്ര പറയാതിരിക്കും. കേസ് ഉണ്ടാകുന്നൊന്നും പത്ര ഉടമകൾക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മാനനഷ്ടത്തിന് സ്കോപ്പുള്ള ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാറുണ്ട്. ഒരു തെളിവുമില്ലാതെ ഈ പുലഭ്യം പറയുന്നത്. അല്ല, അതിനുള്ള കാരണം സാറ് പരിശോധിച്ചിട്ടുണ്ടോ? ഈ ഡിഫമേഷൻ കേസ് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായൊരു കേസാണ്. ഡിഫമേഷൻ ആദ്യം വക്കീൽ നോട്ടീസ് അയക്കുന്നു, ചിലപ്പോൾ മറുപടി പോലും കൊടുക്കില്ല. മറുപടി കൊടുത്താൽ തന്നെ അത് കഴിഞ്ഞ് മാനനഷ്ടത്തിനൊരു തുകയാണെങ്കിൽ അതിൻ്റെ 10% കോടതി കെട്ടിവെക്കണം. പിന്നെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ കേസ് പ്രൊസീഡ് ചെയ്യും. എതിർകക്ഷി പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്നവർ വന്ന് ജാമ്യം എടുക്കണം. പരമാവധി ജാമ്യം എടുത്ത് അങ്ങ് പോയി, പിന്നെ ആ കേസങ്ങ് കിടക്കും. എത്ര കാലമുണ്ട്? അല്ല, സുനിൽ ഈ പറഞ്ഞത് കൊണ്ട് എന്താണെന്നറിയാമോ സംഭവിക്കുന്നത്? ഒരാളുടെ തന്തയ്ക്ക് ഒരുത്തന്നെ വിളിച്ച് പോസ്റ്റ് ഇടുന്നു എന്ന് വെക്കുക, ഈ കേസിനൊന്നും പോകാൻ സൗകര്യമില്ലാത്തവൻ എന്ത് ചെയ്യുന്നറിയോ? അയാൾ ഇവൻ്റെയും തന്തയ്ക്ക് വിളിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ 2 പോസ്റ്റായി തന്തയ്ക്ക്. അല്ല, അതുകൊണ്ടുള്ള ഗുണം സോഷ്യൽ മീഡിയ മുഴുവൻ തെറിവിളി നടത്തുന്നത്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഡിഫമേഷൻ കേസുകളുടെ പ്രശ്നം നമ്മളൊന്ന് ആലോചിക്കണം. അതൊരു കടുത്ത നിയമമൊന്നുമല്ല. 2-3 അവധിക്ക് ജാമ്യം എടുക്കാൻ വരണം, പിന്നെ കുറ്റപത്രം വായിക്കുമ്പോൾ വരണം, പിന്നെ വിസ്തരിക്കുമ്പോൾ വരണം. 2-3 അവധിക്ക് കോടതി കയറ്റി ഇറക്കാം എന്നല്ലാണ്ട് അതിലൊന്നും ആ ഡിഫമേഷൻ കേസിലൊന്നും ആരെയും ശിക്ഷിച്ചതായിട്ടും കണ്ടിട്ടില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ എതിർകക്ഷിയും വരണേ. അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകനെ ശിക്ഷിച്ചിരുന്നു, ടോം ജോസ് കൊടുത്ത കേസിൽ. ഉണ്ട്. അങ്ങനെ തുനിഞ്ഞിറങ്ങി നടന്നാൽ. പക്ഷെ എത്ര കാലം എടുക്കും? എത്ര കാലം എടുക്കും? അതാണൊരു പ്രശ്നം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡിഫമേഷൻ അല്ല ഹണി റോസിന്റെ കേസ്. ഡിഫമേഷൻ ഒന്നുമല്ല. BNS 75 അതിൽ ജാമ്യമില്ലാത്ത 75 പ്രകാരം അശ്ലീല പരാമർശത്തിന് വകുപ്പിട്ട് ഇലക്ട്രോണിക് മീഡിയ മുഖാന്തരമുള്ള അപമാനം ഇത് കാണിച്ചിട്ടാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പഴയ 354A ഈക്വലൻ്റ് ആയിട്ടുള്ള 75A ഇട്ടിട്ടാണ് കേസ്. അതൊരു ഇത്തിരി കടുത്ത
കേസാണ്. അദ്ദേഹം ബോബി മുൻകൂർ ജാമ്യം എടുക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 1000 ഏക്കർ എന്ന് പറയുന്ന വയനാട്ടിലെ ശരിക്കുള്ള സ്ഥലത്തിൻ്റെ പേര് ആയിരക്കണ്ടി എന്നാണ്. അവിടെ അങ്ങനെയാണല്ലോ സ്ഥലത്തിന്, അങ്ങനെ കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ്. സ്ഥലം എന്നാണ്. അത് അവിടെ പോയിട്ടാണല്ലോ അറസ്റ്റ് ചെയ്തത്. മേപ്പാടിയിൽ. ഏതായാലും മേപ്പാടിയിൽ ഈ ന്യൂ ഇയറിന് അദ്ദേഹം അവിടെ ഒരു വലിയ പാർട്ടി നടത്താൻ തീരുമാനിച്ചു. എല്ലാ വർഷവും മേപ്പാടിയിലുള്ളതാണ്. അത് പക്ഷേ കോടതിയൊക്കെ ഇടപെട്ടിട്ട് നടന്നില്ല. പക്ഷേ ഇപ്പോൾ ബോബിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുക്കുന്നു. അത് കൊടുക്കുന്നുണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇതിൽ ഒരു മാധ്യമത്തിനെ പറ്റി വേറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അയാൾക്ക് മാപ്പ് പറയാനായിട്ട് ഒരു മാധ്യമം, ഇലക്ട്രോണിക് മാധ്യമം അവസരം കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ല. റിപ്പോർട്ടറിൽ ഇയാൾ അവർക്ക് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ അങ്ങനെ ഖേദിക്കണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ ആകേണ്ടിയിരുന്നു. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് ഫോണിൽ പറയാമായിരുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാകരിച്ചു ഹണി റോസ്. അതെ, അവിടെയും ഹണി റോസിന് നമ്മുടെ ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.